ഇടത് കോട്ട എന്ന വിശേഷണം, എന്നാൽ കണക്കിൽ UDFന്റെ ശക്തി കേന്ദ്രം. ഇടതിന് അടിപതറിയ തെരഞ്ഞെടുപ്പായിരുന്നു 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെയാണ് ഓരോ കോട്ടയും UDF കൈയടക്കുന്നത് കണ്ടുകൊണ്ട് LDFന് നിൽക്കേണ്ടി വന്നത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് രമ്യ ഹരിദാസിന്റെ കടന്നുവരവ് LDFന് വരുത്തിവെച്ച അപമാനവും ആശങ്കയും ചെറുതല്ല. ആലത്തൂർ ഒഴികെ ഇടതിന്റെ കോട്ട എന്ന വിശേഷണം നേടിയ ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്ന് കൊല്ലവും മറ്റൊന്ന് കണ്ണൂരുമാണ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ UDFും LDFും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും ഇന്നും LDFന്റെ കോട്ട എന്ന പേരിൽ തന്നെയാണ് ഇവ അറിയപ്പെടുന്നത്. ഏറെ നിർണായകമായ 2024 ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ ഈ ശക്തി കേന്ദ്രങ്ങളിൽ UDF വെന്നിക്കൊടി പാറിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം CPIയും CPMും ചില കണക്കുകൾ പുറത്തുവിട്ട കൂട്ടത്തിൽ ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. എന്നാൽ അതേസമയം തന്നെ ഈ 3 ലോക്സഭാ മണ്ഡലങ്ങളിലും UDFന്റെ സ്ഥാനാർത്ഥികളെ നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെയാണ്. ആദ്യം കൊല്ലം ലോക്സഭാ മണ്ഡലം പരിശോധിക്കാം. ഇത്തവണത്തെ കൊല്ലത്തെ പോളിംഗിന്റെ ശതമാനം ഏറെ കുറവായത് എല്ലാ മുന്നണികളിലും ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഇത്തവണത്തെ പോളിംഗ് വരുന്നത് 68.15%. 2019 74.66%. ഇനി നിയമസഭാ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പോളിംഗ് നടന്നതെന്ന് പരിശോധിക്കുമ്പോൾ ചാവറ, പുനലൂർ, ചടയമംഗലം, കുണ്ടറ, കൊല്ലം, ഇരവിപുരം, ചാത്തന്നൂർ തുടങ്ങിയതാണ് നിയോജക മണ്ഡലങ്ങൾ. അതിൽ ചവറയിൽ 69.64%, പുനലൂരിൽ 65.28%, ചടയമംഗലത്ത് 68.7%, കുണ്ടറയിൽ 69.61%, കൊല്ലത്ത് 69.11%, ഇരവിപുരത്ത് 67.75%, ചാത്തന്നൂരിൽ 69.09%. ഇനി 2021 പൊതു തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും തമ്മിൽ പരിശോധിക്കുമ്പോൾ ചവറ നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് UDFന് അനുകൂലമായും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ LDFന് അനുകൂലമായതായും കാണാൻ സാധിക്കും. LDFനെ സംബന്ധിച്ചിടത്തോളം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചവറയിൽ 1096 വോട്ടുകളുടെ ഭൂരിപക്ഷമായിരുന്നു LDFനുണ്ടായിരുന്നത്. എന്നാൽ അതേസമയം തന്നെ പുനലൂരിലേക്ക് വരികയാണെങ്കിൽ UDFന് തന്നെയാണ് മേൽക്കൈ എന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കും. എന്നാൽ നിയമസഭയിലേക്ക് വരുമ്പോൾ 37,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ LDF ലീഡ് ചെയ്യുന്നതായും കാണാൻ സാധിക്കും. അതേസമയം തന്നെ ചടയമംഗലത്താണെങ്കിലും കുണ്ടറയിലാണെങ്കിലും കൊല്ലത്താണെങ്കിലും ഇരവിപുരത്താണെങ്കിലും ചാത്തന്നൂരിലാണെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ UDF ലീഡ് നേടുന്നതായും എന്നാൽ അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ അത് LDFന് ഏറെ വിജയം വരുന്നതായും കാണാൻ സാധിക്കും. എന്നാൽ കുണ്ടറ നിയോജക മണ്ഡലത്തിൽ 4456 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ UDFും ലീഡ് ചെയ്യുന്നതായി കാണാൻ സാധിക്കും. അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ നിയോജക മണ്ഡല അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ UDFന് ഏറെ സ്വാധീനമുള്ളതായും അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നത് അത് ഇടതുപക്ഷമാണെന്നും കാണാൻ സാധിക്കും. കുണ്ടറ എന്ന നിയോജക മണ്ഡലം മാത്രമാണ് നിയമസഭയിൽ ആകെ UDFനോട് ഒപ്പം തന്നെ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതിന്റെ കോട്ടയാണ് എന്ന് പറയുമ്പോൾ പോലും അത് UDFന്റെ ശക്തി കേന്ദ്രമായി മാറാനുള്ള സാധ്യത ഏറെയാണ്. ആദ്യകാലങ്ങളിൽ UDFന്റെ കോട്ട തകർത്ത് RSPയിലൂടെ LDF വിജയം വരിച്ച ഒരു ലോക്സഭാ മണ്ഡലമായിരുന്നു കൊല്ലം ലോക്സഭാ മണ്ഡലം. UDFന്റെ സ്ഥാനാർത്ഥിയായ കൃഷ്ണകുമാർ എന്ന IASകാരന്റെ തേരോട്ടം തളയ്ക്കാൻ ഇടതുപക്ഷം ഇറക്കിയ അശ്വമേധമായിരുന്നു യഥാർത്ഥത്തിൽ അന്ന് RSPയുടെ നേതാവായ NK പ്രേമചന്ദ്രൻ. 1996 കൃഷ്ണകുമാറിനെ തോൽപ്പിച്ചുകൊണ്ടാണ് അന്ന് LDF തങ്ങളുടെ കോട്ട ഉയർത്തിയത്. പിന്നീട് 1998 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും NK പ്രേമചന്ദ്രൻ വിജയിച്ചു. RSP ഇടതുപക്ഷത്തിന് നേടിക്കൊടുത്ത ഈ വിജയം പിന്നീട് ഇടതുപക്ഷം സ്വന്തമായി ഏറ്റെടുത്തു. എന്നാൽ 2014 RSP കൊല്ലം സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുകയും തുടർന്ന് ഇടതുപക്ഷം അത് നൽകാൻ തയ്യാറായില്ല എന്നുള്ളതും RSP UDFിൽ ചേരാൻ കാരണമായി. അവിടെ മുതൽ തന്നെ NK പ്രേമചന്ദ്രൻ ഇടതുപക്ഷത്തിന്റെ പ്രധാന ശത്രുവായി മാറി. 2014 RSPയുടെ കരുത്തനായ നേതാവായി NK പ്രേമചന്ദ്രൻ തന്നെ മത്സര രംഗത്തെത്തി. അതുകൊണ്ട് തന്നെ NK പ്രേമചന്ദ്രനെ ഏതു വിധേനയും തകർക്കുക എന്ന ലക്ഷ്യത്തോടെ ഇടതുപക്ഷം തന്റെ ശക്തനായ സ്ഥാനാർത്ഥിയെയും കളത്തിലിറക്കി. അന്ന് MA ബേബിയായിരുന്നു ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി. എന്നാൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NK പ്രേമചന്ദ്രൻ വിജയിച്ചു. പിന്നീടും 2019 NK പ്രേമചന്ദ്രൻ തന്നെ വിജയിച്ചു വന്നു. 1,48,856 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ NK പ്രേമചന്ദ്രൻ വിജയിച്ചത് ചരിത്ര സംഭവമായിരുന്നു. അന്ന് NK പ്രേമചന്ദ്രനെ തളയ്ക്കാൻ ഇടതുപക്ഷം ഇറക്കിയ സ്ഥാനാർത്ഥി KN ബാലഗോപാലനായിരുന്നു. അതേ NK പ്രേമചന്ദ്രൻ തന്നെയാണ് ഇത്തവണയും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി വരുന്നത് എന്നുള്ളത് യഥാർത്ഥത്തിൽ LDFനെ ഭയപ്പെടുത്തുന്നുണ്ട്. RSP നേതാവ്, കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം, മുൻ ജലവിഭവ വകുപ്പ് മന്ത്രി, രാജ്യസഭാംഗം, 2014 മുതൽ കൊല്ലത്തെ MP, സ്വന്തം കഴിവുകൊണ്ട് എതിരാളികളുടെ മതിപ്പ് നേടിയ വ്യക്തി, ഇവയെല്ലാം തന്നെ NK പ്രേമചന്ദ്രന്റെ സവിശേഷതകളാണ്. ഈ സവിശേഷതകളെല്ലാം തന്നെ കൊല്ലം എന്ന ഇടതിന്റെ കോട്ട വീണ്ടും UDFന്റെ ശക്തി കേന്ദ്രമായി മാറാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. അടുത്തത് കണ്ണൂർ ലോക്സഭാ മണ്ഡലമാണ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇത്തവണത്തെ പോളിംഗ് ശതമാനവും വിജയ സാധ്യതയും പരിശോധിക്കാം. ഇത്തവണ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ആകെ നടന്ന പോളിംഗ്
77.21%. എന്നാൽ 2019 83.21%. അതായത് 2019 നിന്നും 2024 വരുമ്പോൾ വലിയ വ്യത്യാസമുണ്ടെന്ന് കാണാൻ സാധിക്കും. ഇനി പോളിംഗ് ശതമാനവും വിജയസാധ്യതയും നിയമസഭാ മണ്ഡലത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തളിപ്പറമ്പ്, ഇരിക്കൂർ, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ നിയോജക മണ്ഡലങ്ങളാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. തളിപ്പറമ്പിലാണെങ്കിൽ 81% വോട്ടാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. ഇരിക്കൂറിൽ 72.51%, അഴീക്കോട് 75.34%, കണ്ണൂരിൽ 74.09%, ധർമ്മടത്ത് 80.36%, മട്ടന്നൂരിൽ 81.56%, പേരാവൂരിൽ 74.57% എന്നിങ്ങനെയാണ്. ഇനി ഇതേ നിയോജക മണ്ഡലങ്ങളിൽ ഇരിക്കൂർ, പേരാവൂർ തുടങ്ങിയ 2 നിയോജക മണ്ഡലങ്ങളും UDFന് അനുകൂലമാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ ബാക്കിയെല്ലാം തന്നെ നിയമസഭ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ LDFന് ഏറെ അനുകൂലമായും കാണാൻ സാധിക്കും. ഇനി 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തളിപ്പറമ്പ് നിയോജക മണ്ഡലത്തിൽ UDF ആണ് ലീഡ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇരിക്കൂർ നിയോജക മണ്ഡലമാണെങ്കിലും UDF തന്നെയാണ്. അഴീക്കോട്, കണ്ണൂർ, പേരാവൂർ തുടങ്ങിയ മണ്ഡലങ്ങളിലെല്ലാം തന്നെ UDF തന്നെയാണ് ലീഡ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം ധർമ്മടവും മട്ടന്നൂരും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDFന്റെ കൂടെ തന്നെയായിരുന്നു എന്നും കാണാൻ സാധിക്കും. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ആകെ ഇരിക്കൂറും പേരാവൂർ നിയോജക മണ്ഡലങ്ങൾ മാത്രമാണ് UDFന് അനുകൂലമായി നിന്നത്. ബാക്കിയുള്ള തളിപ്പറമ്പ്, അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ എന്നീ ലോക്സഭാ മണ്ഡലങ്ങളെല്ലാം തന്നെ LDFന് അനുകൂലമായിരുന്നു. മാത്രമല്ല ഇത്തവണത്തെ പോളിംഗ് മനസ്സിലാക്കി തരുന്നത് LDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ 80% മുകളിൽ വോട്ട് രേഖപ്പെടുത്തിയെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതേസമയം തന്നെ UDFന്റെ ശക്തി കേന്ദ്രങ്ങളിലെല്ലാം തന്നെ പോളിംഗ് താരതമ്യേന കുറവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. കെ സുധാകരൻ തിരിച്ചുപിടിച്ച കണ്ണൂർ ലോക്സഭാ മണ്ഡലം വീണ്ടും കൈക്കലാക്കുക എന്നുള്ളത് തന്നെയാണ് ഇത്തവണ LDFന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് CPMന്റെ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനെ കളത്തിലിറക്കി മത്സരം ശക്തമാക്കിയത്. കഴിഞ്ഞ തവണ ധർമ്മടത്ത് മുഖ്യമന്ത്രിക്കെതിരെ മത്സരിച്ച UDFന്റെ സ്ഥാനാർത്ഥിയായ C രഘുനാഥാണ് NDAക്ക് വേണ്ടി മത്സര രംഗത്തിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ണൂർ ലോക്സഭാ മണ്ഡലം ഒരർത്ഥത്തിൽ ഇടതിനും വലതിനും ഏറെ നിർണായകമാണ് എന്ന് കാണാൻ സാധിക്കും. അടുത്തത് ആലത്തൂർ ലോക്സഭാ മണ്ഡലമാണ്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ PK ബിജു എന്ന LDFന്റെ കരുത്തനായ സാരഥിയെ പാട്ടും പാടി തോൽപ്പിച്ചുകൊണ്ടാണ് രമ്യ ഹരിദാസ് കളം പിടിച്ചത്. അതുകൊണ്ട് തന്നെ രമ്യ ഹരിദാസിനെ ഏത് വിധേനയും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മന്ത്രിസഭയിൽ നിന്ന് പോലും K രാധാകൃഷ്ണനെ ഇറക്കിക്കൊണ്ട് CPM ഒരു യുദ്ധത്തിന് തയ്യാറായത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രമ്യ ഹരിദാസ് നേടിയ ഭൂരിപക്ഷ വിജയം ചില്ലറയൊന്നുമല്ല യഥാർത്ഥത്തിൽ LDFനെ അലട്ടിയത്. അതുകൊണ്ട് തന്നെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് LDFനെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ്. എന്നാൽ കോൺഗ്രസിന്റെ ബൂത്ത് തല റിപ്പോർട്ടുകളെല്ലാം തന്നെ പുറത്തു വരുന്ന സാഹചര്യത്തിൽ ആലത്തൂർ ലോക്സഭാ മണ്ഡലം എന്നത് UDFന്റെ പട്ടികയിൽ ഉണ്ട് എന്നുള്ളതും കാണാൻ സാധിക്കും. എന്നാൽ അതേസമയം തന്നെ CPIയുടെ ആണെങ്കിലും CPMന്റെ ആണെങ്കിലും ലിസ്റ്റുകൾ പരിശോധിക്കുന്ന സാഹചര്യത്തിൽ അവിടെ CPMനും പ്രതീക്ഷയുണ്ട് എന്ന് കാണാൻ സാധിക്കും. ഇടതിന്റെ കോട്ട എന്ന ഖ്യാതിയുള്ള എന്നാൽ അതേസമയം തന്നെ കോൺഗ്രസിന്റെ അഥവാ UDFന്റെ ശക്തി കേന്ദ്രമായി മാറിയ മണ്ഡലം തന്നെയാണ് ആലത്തൂരെന്നും കാണാം.